ലവ് ജിഹാദ് എന്നുള്ളത് ഭയങ്കര ചർച്ചയാണ് ഇന്ന് കേരളത്തിൽ നടന്നിട്ടിരിക്കണം. പക്ഷേ ഈ ഒരു നാട്ടിലെ ചടങ്ങറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഹിന്ദുവും മുസ്ലിമും തമ്മിൽ കല്യാണം കഴിക്കുന്ന ഒരു നാട്. 11ാം നൂറ്റാണ്ടിന്റെ അവശേഷിപ്പാണ് ശരിക്കും ഈ ഒരു നാട്. ഇപ്പോഴും ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ ഉള്ള വിവാഹങ്ങൾ നടക്കാറുണ്ട്. ഇവിടുത്തെ ക്രിസ്ത്യൻ ട്രഡീഷൻസിലാണെങ്കിലും ഹിന്ദു ട്രഡീഷൻസിനാലും മുസ്ലിം ട്രഡീഷനായാലും പരസ്പരമുള്ള വെച്ചുമാറുകളുണ്ട്. കൾച്ചർ ഇപ്പം ഹിന്ദുസിന്റെ രീതിയിലാണെങ്കിൽ ഇവിടെ നമ്മൾ നാട്ടിൽ പറയെടുത്ത് ആന വരുന്നത് പോലെ ഇവിടെ റംസാനും മുസ്ലിം പെരുന്നാളുകളുടെ സമയത്ത് ഒട്ടകങ്ങൾ വന്ന് അത്തരത്തിൽ ഊരി ചുറ്റുന്ന രീതികളുണ്ട്. ഒരു 4000 രൂപ ബൈക്കിന് പെട്രോൾ അടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആന്ധ്രാപ്രദേശിലെ ഈ ഒരു കിടിലൻ സ്ഥലത്ത് വന്നു പോകാൻ പറ്റും. ഈ ഒരു കോട്ടയ്ക്കുള്ളിൽ 4 പുലികളുണ്ട്, ഇടയ്ക്ക് കാണാൻ പറ്റുമെന്നാണ് നാട്ടുകാർ പറഞ്ഞത്. ഈ ഒരു ഒറ്റ സ്പോട്ടിൽ ടെന്റ് അടിക്കാനാണ് ഞാൻ ഈ ആന്ധ്രാപ്രദേശിലെ ഈ ഒരു ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നത്. നമ്മൾ മലയാളികളെ കണ്ടുപിട്ടും. നിങ്ങളുടെ സ്ഥലം പുനലൂര്. ഞാനിപ്പോൾ ഇറങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും എവിടെ വന്നാലും മലയാളി ഉണ്ടാവും കേട്ടോ. മലയാളി ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പേരെന്താ? ജോബ്. നിങ്ങൾ വെറുതെ കറങ്ങാൻ വന്ന? ആ, എന്നിറങ്ങിയതാ നാട്ടിൽ നിന്ന്? 3 ദിവസമായി. എങ്ങനെയാ വന്ന? ട്രെയിനിലാണല്ലോ വന്നത്. എവിടെ വന്ന് ഇറങ്ങണം ട്രെയിനിൽ വരുമ്പോ? കടപ്പ. അവിടുന്ന് ഇങ്ങോട്ട് എന്തോരം ഉണ്ട്? അവിടുന്ന് പ്രൊഡക്റ്റൂര് അല്ല, അവിടുന്ന് മൈതക്കൂര് ഇങ്ങോട്ട് ഏകദേശം ഒരു 100 കിലോമീറ്റർ അല്ലേ? 80 കിലോമീറ്റർ. ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ബസ്സായി ഈ ടൗണിൽ നിന്ന് ഇങ്ങോട്ട് ഈ റൂട്ടിലേക്കുള്ള ബസ് ഉണ്ടല്ലോ. ഇവിടെ ഉള്ളവരുണ്ടല്ലേ. ഈ ഗണ്ടിക്കോട്ട എന്ന ആന്ധ്രാപ്രദേശിലെ ചെറിയൊരു ഗ്രാമമാണ്. ആ ഗ്രാമത്തിന്റെ ഫ്രണ്ടിലെ കാഴ്ചകളാണ്. ഇവിടെ ആകെയുള്ളത് ഈ കാണുന്ന ചെറിയ ചെറിയ കടകൾ മാത്രമാണ്. ഇവിടെ വന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യമാണ്, ഇവിടെ ആകെ കിട്ടുന്ന ഫുഡ് ഈ കടയിലെ ദോശ മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങണേ നിങ്ങൾ ടൗണിൽ പോകണം. ശരിക്കും നിറച്ച് ടൂറിസ്റ്റുകൾ വന്നു പോണ ഒരു സ്ഥലമാണ്. പക്ഷെ ഇവിടെ ഈ ഒരു ഹോട്ടലിൽ രാവിലെ ദോശ മാത്രമേ കിട്ടുള്ളൂ. മലയാളികൾക്ക് വന്ന് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമൊക്കെ തിരക്കി നടക്കുന്ന ആൾക്കാർക്ക് പറ്റിയ കിടിലിനൊരു സ്പോട്ടാണ്. ഇതാണ് ഈ കോട്ടയുടെ ഫ്രണ്ട് വ്യൂ. ഒരുപാട് ആൾക്കാരാണ് ഇവിടെ ശരിക്കും വന്നു പോണത്. പക്ഷേ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഇന്ന് ഈ കോട്ടക്കകത്തെ കാഴ്ചകളാണ് ശരിക്കും കാണാൻ പോണത്. 11ാം നൂറ്റാണ്ടിൻ്റെ ഒരു അവശേഷിപ്പാണ് ഈ ഒരു കോട്ട. ഇതിൻ്റെ ഉള്ളിലെ ഓരോരോ കഥകളും കാഴ്ചകളൊക്കെ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ, ആന്ധ്രാപ്രദേശിൽ, നമ്മുടെ കർണാടകയിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുന്ന ഒരു സ്പോട്ടാണിത് ശരിക്കും. വയനാട്, ബാംഗ്ലൂർ ആ സൈഡിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് വന്ന് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണിത്. കോട്ടക്കുള്ളിൽ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവരുടെ വീട്ടാവശ്യങ്ങൾക്കും വീട് പണിക്കൊക്കെ വേണ്ടിയുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് വന്നു പോണത്. ശരിക്കും ഇതൊരു ഹള്ളി ഏരിയയാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നത്. റൈഡർമാർക്കൊക്കെ വന്നു പോകാൻ പറ്റിയ സ്ഥലമായിട്ടാണ്. കാരണം നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് ഫുള്ളും നമുക്ക് കയറ്റാം. ഇപ്പം ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കൈ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല. നമ്മൾ പോണ ഈ വ്യൂ പോയിന്റിൻ്റെ തൊട്ടടുത്ത് വരെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടുവെക്കാൻ സേഫാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു റൗണ്ടൊക്കെ അടിച്ച് പോകാൻ വന്നവർക്ക്, സാധാരണ ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ദൂരെ വെക്കേണ്ടി വരും, പാർക്കിങ്ങിൽ വെക്കേണ്ടി വരും. ഇങ്ങനെ കയറി വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടതാണ് ഈ കാണുന്ന ജയിൽ. രാജഭരണ കാലഘട്ടത്തിൽ 11ാം നൂറ്റാണ്ടിലുണ്ടാക്കിയ ജയിലാണ് ഈ കാണുന്നത്. അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ? ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് ആൾക്കാരെ ഇട്ടേക്കണമെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. പണ്ട് എങ്ങനെയാണ് ആൾക്കാരെ പൂട്ടിയിട്ടേന്നേ. ഇനിയിപ്പോൾ പഴയ സിസ്റ്റമൊക്കെ പൊളിച്ച് കളഞ്ഞു വല്ലത് ആക്കിയതാണോന്നും അറിയില്ല. ലെഫ്റ്റിലേക്ക് ഒരു ചെറിയൊരു സംഭവം കാണുന്നുണ്ട്. ചിലപ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ ആൾക്കാരെ ഇട്ട് പൂട്ടണമെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അകത്ത് നിറച്ച് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. മേളിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. വവ്വാലും സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത്. കണ്ടോ, വവ്വാലൊക്കെ കുറേ വവ്വാല് പറക്കുന്നുണ്ട് ഇതിനകത്ത്. വലിയ സെറ്റപ്പുള്ള ജീവിതമൊന്നുമല്ല, ചെറിയ ചെറിയ വീടുകളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. കുട്ടികളും അങ്ങനെ ഒരു 100 പേരൊക്കെ ഉണ്ടെന്ന് വേണം വിചാരിക്കാം. 100 പേര് ഉണ്ടാവില്ല ചിലപ്പോൾ. നീ ഇതിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് കഴിയാൻ നേരം അവസാനമാണ് നമുക്കൊരു കിടിലം വ്യൂ പോയിന്റ് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു അമ്പലമുണ്ട്, ഒരു പള്ളിയുണ്ട്. ദ്രാവിഡിയൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. കൊത്തുപണികളൊക്കെ അതിമനോഹരമാണ് കാണാനായിട്ട്. ഇതൊരു ഡെവലപ്പായി വന്ന ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ സമ്മറാണ് ശരിക്കും, വിൻ്ററിലാണ് ശരിക്കും ഈ ഒരു സ്പോട്ടിലേക്ക് വരേണ്ടത്.
അത്യാവശ്യം നല്ല സമ്മറാണ്. ആന്ധ്രാപ്രദേശിലെ ഈ ഒരു സമ്മറിലെ ചൂടെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. നമ്മളിവിടെ വന്ന് കണ്ടപ്പോൾ പരിചയപ്പെട്ട മലയാളീസാണ് കേട്ടോ. ഇവര് നിങ്ങൾ എന്താ വർക്ക് ചെയ്യണം ശരിക്കും? ഞാനിവിടെ ഒരു ചർച്ചിലെ ഫാദറാണ്. ഇവിടെ നിന്ന് 100 കിലോമീറ്റർ അപ്പുറത്തുള്ള ഗ്രാമത്തിലാണ്. ഇത് ശരിക്കും ഒരു ഹള്ളി ഏരിയ ആണല്ലേ ശരിക്കും? ഇതൊരു ഫോർട്ട് ഏരിയ ആണ്. ഇത് ഇന്ത്യൻ ഗ്രാൻഡ് കാനിയൻ എന്നാണ് പറയുന്നത്. ഭൂമിയിലുണ്ടായിരുന്ന ഒരു പിളർപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. പണ്ട് നൂറ്റാണ്ടിന് മുമ്പ് ഇവിടെ ഏരിയ കൂടുതലും എല്ലാ പൊക്കത്തിൽ വെള്ളം ഉണ്ടായിരുന്ന ദേശങ്ങളാണ്. അതിനോട് ചേർന്ന് ഇങ്ങനൊരു കോട്ടത്തിൽ വിജയനഗര എംപയർ 12ാം നൂറ്റാണ്ടിൽ, അതിനുശേഷം പിന്നെ ടിപ്പുവിൻ്റെയും കടപ്പാട് ഡൈനാസ്റ്റിയും ഒക്കെ വന്ന് പല കാലഘട്ടങ്ങളിലായിട്ട് പിന്നീട് നവാബ്സാണ് ഏറ്റവും ലാസ്റ്റ്. അതിന് ബ്രിട്ടീഷ് എംപയറിൻ്റെ കീഴിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുന്ന രീതിയിലേക്കാണ്. എന്തോരം ആൾക്കാർ ശരിക്കും ഇവിടെ ഇപ്പോഴും താമസിക്കുന്നുണ്ട്? ഇതിനുള്ളിൽ ഇപ്പോഴൊരു ഊര് ഇപ്പോഴും നിലവിലുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വേറെ ഉണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ ഒരു ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞ ഫോർട്ടിനുള്ളിൽ ഒരു ലൈവ് ഇപ്പോഴും ഈ തലമുറകളായിട്ട് താമസിക്കുന്ന ഒരു ഊര് ഇപ്പോഴും ഇവിടെ ഉണ്ട്. നമ്മൾ ഈ വന്ന വഴി കണ്ട താമസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടുത്തെ നേറ്റീവ് ആളുകൾ തന്നെയാണ്. തലമുറകളായിട്ട് ഇവിടെ താമസിക്കുന്ന ആളുകൾ. ഏത് ജാതി മതം അങ്ങനെ കൃത്യമായ ജാതി മതം എന്നാൽ എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകളുണ്ട്. ബോത്ത് ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ചേർന്നുള്ള. ക്രിസ്ത്യൻസ് ഇല്ല, ഹിന്ദുസും മുസ്ലിംസ് അല്ലേ? മെയിൻലി ഉള്ളത്. ക്രിസ്ത്യൻസായിട്ട് അറിവില്ല. മെയിൻലി അവർ അതിനകത്തുള്ളത്. പിന്നീട് പലയിടങ്ങളിൽ വന്ന് താമസിച്ച പല കാലങ്ങൾക്ക് മുമ്പ് വന്ന് താമസിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ്ലി ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഐഡൻറ്റിഫൈഡ് സൈറ്റാണ്. പക്ഷേ ഇതുപോലെ ഇത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിട്ടില്ല. ഇപ്പോൾ കുറച്ച് ഡെവലപ്മെന്റ് വർക്ക്സ് നടക്കുന്നു. കുറേ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഈ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അത് ഇവിടുത്തെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. ഇവിടെ ഹിന്ദു മുസ്ലിം തമ്മിൽ ഉള്ള വിവാഹങ്ങൾ നടക്കാറുണ്ട്. ഇവിടെ 2 കൂട്ടങ്ങളിൽ ജാതികളുണ്ട്. ജാതി വിവാഹങ്ങളുടെ ഇടയിൽ അത് തമ്മിൽ ചേർന്നുള്ള വിവാഹങ്ങൾക്ക് ഒരേ ജാതിയാണെങ്കിൽ ഇവിടെ ഒരേ ജാതി എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും ഒരേ ലെവലിലുള്ളവരായിരിക്കണം, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അതെ, നമ്മുടെ ഹൈ കാസ്റ്റ് ലോ കാസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ അവരുടെ ഇടയിൽ പല സബ് കാസ്റ്റുകൾ പല തലത്തിലുള്ള വിഭജനങ്ങളുണ്ട്. അതിന്റെ ഒരു ന്യൂആൻസസ് ഒത്തിരി ഹൈബ്രിഡ് ആണ്, ഒത്തിരി ഡീപ്പിലാണ്. എന്നാൽ അത് ഒരുമിച്ച് ഇവിടെ പോകാൻ ഇവിടുത്തെ കൾച്ചറിൽ സാധിക്കുന്നു. അങ്ങനെയുള്ള വിരോധങ്ങൾ ഇവിടെ ഇല്ല. ഇവിടെ ഒരുമിച്ച് നമ്മുടെ നാട്ടിലെ പോലത്തെ പ്രശ്നങ്ങളില്ല. അങ്ങനെയുള്ള കുറച്ചുകൂടെ വളരെ ഒരു ഹാർമോണിയസ് ഇവിടെ ഉണ്ട്. മതപ്രശ്നങ്ങളില്ല ഇവിടെ. കാരണം ഇവിടുത്തെ ക്രിസ്ത്യൻ ട്രഡീഷൻസിനാണെങ്കിലും ഹിന്ദു ട്രഡീഷൻസിനാണെങ്കിലും മുസ്ലിം ട്രഡീഷനാണെങ്കിലും പരസ്പരമുള്ള വെച്ചുമാറുകളുണ്ട്. കൾച്ചർ ഇപ്പം ഹിന്ദുസിന്റെ രീതിയിലാണെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ പറയെടുത്ത് ആന വരുന്നത് പോലെ ഇവിടെ റംസാനും മുസ്ലിം പെരുന്നാളുകളുടെ സമയത്ത് ഒട്ടകങ്ങൾ വന്ന് അത്തരത്തിൽ ഊരി ചുറ്റുന്ന രീതികളുണ്ട്. അതുപോലെ കല്യാണങ്ങളിലാണെങ്കിൽ പരസ്പരം മതങ്ങളിലുള്ള വിവാഹങ്ങൾ നടക്കാറുണ്ട്. കൺസിഡേർഡ് അവർ സെയിം ജാതിയിലാണെങ്കിൽ അത് ആ രീതിയിൽ പ്രശ്നങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് അത് വളരെ നോർമലായിട്ടൊരു കാര്യങ്ങളാണ്. ഇവിടുത്തെ ഹൈന്ദവ കുടുംബങ്ങളിലെ കല്യാണങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം ദർഗകൾ, വേപ്പിന് ചുറ്റുമുള്ള മുസ്ലിം അമ്പല കൺസെപ്റ്റുള്ള ദർഗകളുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് വിവാഹത്തിന് പോകുന്ന ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. അത് ഇവിടെ വളരെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ വേർതിരിവുകൾ ആൾക്കാർക്ക് ഫീൽ ചെയ്യാറില്ല. കേരളത്തിലെ ആൾക്കാർ കണ്ടുപിടിക്കേണ്ട ശരിക്കും ഇതൊക്കെയാണല്ലേ? നമ്മുടെ ഇന്ത്യയുടെ എല്ലാ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ ഈ പരസ്പരമുള്ള സഹകരണം ഇപ്പോഴും ദൃഢമൂലമാണ്. പുറത്ത് നമ്മളിങ്ങനെ വിഭജിക്കപ്പെട്ട് നിൽക്കുന്നെങ്കിലും ഉള്ളിൽ ഇന്ത്യ എന്ന സ്വത്വം ഇപ്പോഴും ഒന്ന് തന്നെയാണ്. പേരെന്തായിരുന്നു? എൻ്റെ പേര് ജിബിൻ മാത്യു. എവിടെ സ്ഥലം? എൻ്റെ വീട് നാട്ടിൽ പത്തനംതിട്ട അല്ലേ? ഇവര് കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ. ഇവര് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടതാ. അങ്ങനെ എനിക്ക് ഇവിടുത്തെ കഥകളൊന്നും അറിയില്ല, കാരണം മലയാളീസ് ഒന്നും ഇല്ലല്ലോ, എനിക്ക് തെലുങ്ക് അറിയില്ല. അപ്പോൾ ഇവരിൽ നിന്നാണ് കറക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയത്. ഇവിടുത്തെ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു മുസ്ലിം പള്ളി ഉള്ളത്. ചാർമിനാറിന് സമാനമായ രീതിയിലാണ് കേട്ടോ ഈ ഒരു പള്ളി നിർമ്മിച്ചേക്കണത്. ഇതേപോലെ അമ്പലവും പള്ളിയും ഒരുമിച്ചുള്ള ഒരു കോട്ട ഇന്ത്യയിൽ വേറെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. പിന്നെ ഈ പള്ളിയുടെ സൈഡിൽ കൂടി നേരെ ഈ കാണുന്ന വ്യൂ പോയിന്റിലേക്ക് നടന്നു വന്നു കഴിഞ്ഞാൽ കിടിലൻ ഒരു വ്യൂ പോയിന്റ്. അതാണ് എന്നെ ഞെട്ടിച്ച ഒരു വ്യൂ പോയിന്റ്. ഇതാണ് ശരിക്കും നിങ്ങൾ കാണേണ്ടത്. കിടിലൻ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എന്നെ ഞെട്ടിച്ച ഒരു വ്യൂ പോയിന്റ് ആണ് ഇത് ശരിക്കും. ഓരോ സമയത്തും ഇതിന്റെ കളർ മാറും. സൺറൈസ് വരുമ്പോഴും രാവിലെ ഒരു കളറായിരിക്കും, വൈകിട്ട് ഒരു കളറായിരിക്കും. ഈ ഒരു ഒറ്റ സ്പോട്ടിൽ ടെന്റ് അടിക്കാനാണ് ഞാൻ ഈ ആന്ധ്രാപ്രദേശിലെ ഈ ഒരു ഗണ്ടിക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നത്. ഇവിടെ ടെന്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലേ ഏതാ വൈബ് നോക്ക്. കിട്ടിയില്ല സ്പോട്ട്. പക്ഷെ ഇവിടെ എന്തോ അൺസേഫ് ഏരിയയാണ്, സീനാണ്. അതുകൊണ്ട് ഇവിടെ 8 മണി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. അത്രയും ഡേഞ്ചർ. ഒരു ഉള്ളേരിയാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ടൗണോ കാര്യങ്ങളോ കടകളോ ഒന്നും അങ്ങനെ അധികം ഇല്ല. കുറേ ഉള്ളിലേക്ക് വരണം നമ്മൾ. അത്ര ഇച്ചിരി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. രാത്രി യാത്രയൊന്നും വഴി ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ റൂട്ടിലേക്ക് വന്ന ആൾക്കാർ രാത്രിയൊന്നും ഇങ്ങോട്ടേക്ക് വരണ്ട. ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞാണ് ഇവിടെ സേഫ് അല്ല വിട്ടു. ഇവിടെ കുറേ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ ഒരു സ്പോട്ടിൽ വന്ന് ആരും ടെന്റ് അടിക്കാൻ നിൽക്കരുത്. യൂട്യൂബിൽ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്, മലയാളികൾ ഇട്ടിട്ടുണ്ട് ടെന്റ് അടിക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണെന്ന് പറഞ്ഞ്. ഇവിടെ ഇടക്കിടക്ക് പുലിനെ കാണുന്ന സ്ഥലമാണെന്നാണ് ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞത്.